മൊമെൻ്റ് ഓർത്ത് ലൈഫിൽ ഏറ്റവും കൂടുതൽ പേടിച്ചിരിക്കുന്നവരായിരിക്കും പല സ്ത്രീകളും അല്ലേ. കല്യാണം കഴിഞ്ഞവരാണെങ്കിലും കല്യാണം കഴിക്കാൻ പോകുന്നവർക്കാണെങ്കിലും ഇനിയിപ്പോൾ കുട്ടികളെയൊക്കെ ഭയങ്കര ഇഷ്ടമാണെങ്കിലും എൻഡ് ഓഫ് ദ ഡേ ഇനിയിപ്പോൾ ഗർഭിണികളാണെങ്കിലും ഈ ഒരു പിക്ചർ എല്ലാവരുടെ മനസ്സിലുണ്ടാവും. എങ്ങനെ പ്രസവിക്കും, ഭയങ്കര വേദനയാണ്. കാരണം നമ്മൾ ചെറുപ്പം തൊട്ടേ കേട്ട് വളരുന്നത് അങ്ങനെയാണല്ലേ. പ്രസവവേദന എന്ന് പറഞ്ഞാൽ മരിക്കുന്നതിന് തുല്യമാണ്. ആ ഒരു തത്വം കേട്ടിട്ടാണ് എല്ലാ പെൺകുട്ടികളും സ്ത്രീകളും വളരുന്നത്. ഇപ്പം നമ്മുടെ ഈ കാലഘട്ടത്തിൽ നമുക്കറിയാം ഒരുപാട് സെലിബ്രിറ്റീസിൻ്റെ വീഡിയോസൊക്കെ ഇൻഫ്ലുവൻസേഴ്സൊക്കെ ഇപ്പോൾ എന്താണ് ഇപ്പോൾ അത് ട്രെൻഡായി മാറിയിട്ടുണ്ട്. അവരുടെ ഒരു ഡെലിവറിയുടെ വീഡിയോ ഫുൾ എടുത്തിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുന്നതും പിന്നെ ആ ഒരു ഡെലിവറി ആ ടൈമിലുള്ള ഷൂട്ടും കാര്യങ്ങളൊക്കെ പിന്നീട് യൂട്യൂബിലേക്കും ഇൻസ്റ്റാഗ്രാമിലൊക്കെ അവർ വീഡിയോസായിട്ട് പോസ്റ്റ് ചെയ്യും. നമ്മൾ ഒരുപാട് പേരിരുന്ന് കാണും, അവരുടെ കൂടെ കരയും, ഇമോഷനാവും. ഇതൊക്കെ ഈ റീസെൻ്റായിട്ട് സംഭവിച്ച കാര്യങ്ങളാണ്. അപ്പോൾ അതിൽ കൂടുതൽ ആളുകളും പറയുന്നതാണ്, കൂടുതലും വരുന്ന കമൻസ് എന്ന് പറഞ്ഞാൽ ഇത് കണ്ടപ്പോഴാണ് അമ്മയുടെ മഹത്വം മനസ്സിലായത്, ഇത് കണ്ടപ്പോഴാണ് ഇത്രയും വേദന ഉണ്ടെന്ന് മനസ്സിലായെന്നൊക്കെ എല്ലാവരും പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ അമ്മമാർ ചെറുപ്പം തൊട്ട് ഇത് നമ്മളോട് പറഞ്ഞിട്ടുണ്ടെങ്കിലും നേരിട്ടത് വിഷ്വലൈസ് ചെയ്തപ്പോൾ നമുക്കത് മനസ്സിലായി ഇത്രമാത്രം വേദന ഉള്ളതായിരുന്നു എന്ന്. എന്നാൽ വേറൊരു കാര്യം ഇതിലുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ വീഡിയോയിൽ കാണുന്ന പലരും വേദന കുറയ്ക്കാനുള്ള ഇഞ്ചക്ഷൻ എടുത്തിട്ടായിരിക്കാം ആ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടാവുക. അല്ലെങ്കിൽ വീഡിയോ അല്ല, ആ ഒരു ഡെലിവറി ടൈം അവർ ആ ഒരു ഇഞ്ചക്ഷൻ എടുത്തിട്ടുണ്ടായിരിക്കാം. അപ്പോൾ കുറച്ചുകൂടി വേദന ചിലപ്പോൾ കുറഞ്ഞിട്ടുണ്ടാവും. നമ്മുടെ അമ്മമാരെന്നൊക്കെ പറയുമ്പോൾ ആ ടൈമിൽ അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല. അതുകൊണ്ട് എന്താണോ വരുന്ന വേദന അത് ഫുള്ള് സഹിച്ചിട്ടായിരിക്കും നമ്മളെപ്പോലുള്ളവരൊക്കെ ഇന്ന് ഈ ഭൂമിയിലുള്ളത്. അപ്പോൾ ഞാൻ സംസാരിക്കാൻ പോകുന്നത് ഇതിനെക്കുറിച്ചിട്ടാണ്. ഈ പ്രസവ വേദന നമ്മൾക്ക് തന്നെ എങ്ങനെ കുറയ്ക്കാം, നമ്മൾ മെൻ്റലി എങ്ങനെ സ്റ്റേബിൾ ആയിട്ടിരിക്കാം, എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം, ഏതെല്ലാം രീതിയിൽ മറ്റുള്ളവരൊരു പ്രഗ്നൻ്റ് ആയ ഒരാളെ എങ്ങനെ സപ്പോർട്ട് ചെയ്യണം എന്നൊക്കെ നമുക്ക് നോക്കാം. സോ ആദ്യം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളൊരു പ്രഗ്നൻസി പ്ലാൻ ചെയ്യുന്ന ടൈം തൊട്ട് നമ്മൾ മെൻ്റലി പ്രിപ്പയർഡ് ആയിരിക്കണം. ഇപ്പോൾ മെൻ്റലി എനിക്കൊരു കുട്ടീനെ നോക്കാൻ ഞാൻ ഓക്കെ അല്ല, അല്ലെങ്കിൽ എൻ്റെ ബോഡിയിൽ പുതിയതായിട്ട് വരുന്ന ഒരു ഗസ്റ്റ് അതിനെ ഹാൻഡിൽ ചെയ്യാൻ ഞാൻ ഓക്കെ അല്ല എന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചിരിക്കുന്ന സമയത്ത് അങ്ങനെയൊന്നും സംഭവിച്ചാൽ നമുക്കത് പ്രിപ്പയർ ചെയ്യാൻ പറ്റില്ല. കുട്ടിക്ക് വേണ്ടിയില്ലെങ്കിൽ ഈ ഒരു മൊമെൻറ്റിലേക്ക് എത്തുമ്പോൾ നമ്മൾ മെൻ്റലി ഒട്ടും ഓക്കെ ആയിരിക്കില്ല. അപ്പോൾ മെൻ്റലി ഓക്കെ അല്ലാത്തിടത്തോളം കാലം നമുക്ക് ഫിസിക്കലി ഓക്കെ ആയിട്ടിരിക്കാൻ പറ്റില്ല. അപ്പോൾ മെയിനായിട്ടുള്ള ഒരു കാരണം എന്ന് പറയുന്നത് മെൻ്റൽ ഹെൽത്ത് ഓക്കെ ആണെങ്കിൽ ആ വ്യക്തിയുടെ ഫിസിക്കൽ ഹെൽത്ത് ഓക്കെ ആയിട്ടിരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു ഗർഭിണീനെ സംബന്ധിച്ചിടത്തോളം അവർ മെൻ്റലി എപ്പോഴും എന്തായിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക, ഓക്കെ ആയിട്ടിരിക്കുക. അതിനുവേണ്ടി ചുറ്റുമുള്ളവർ അതിനുവേണ്ടി സപ്പോർട്ട് ചെയ്യുക. ഇനി നമുക്ക് പ്രഗ്നൻസി ടൈമിലേക്ക് വരുമ്പോൾ ഭയങ്കര വേദന, അത് ഓർത്തിട്ടാണ് പലർക്കും പേടി. ഇപ്പോൾ ഈ ഒരു പ്രഗ്നൻസി പീരീഡിൽ തന്നെ ഉണ്ടാകുന്ന വേദനകൾ പല ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും അല്ലേ. ഇപ്പോൾ കാലുവേദന, കൈവേദന, ബാക്ക് പെയിൻ, അല്ലെങ്കിൽ വോമിറ്റിംഗ് ടെൻഡൻസി, വോമിറ്റിംഗ്, ഇതെല്ലാം ചിലർക്ക് ഫുൾ പീരീഡ് 10 months ഈ വോമിറ്റിംഗ് ആയിട്ട് കഷ്ടപ്പെടുന്നവരുണ്ട്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് ഇവർ ഇതിലും വലിയൊരു വേദനയാണല്ലോ സഹിക്കേണ്ടതെന്ന് ഓർക്കുമ്പോൾ നമ്മൾ ആ ഫസ്റ്റിൽ തന്നെ നമ്മൾ എന്താവും, ഡിപ്രസ്ഡ് ആവും. അപ്പോൾ ഇതെല്ലാം മാറ്റാനായിട്ട് നമ്മളിത് ഭയങ്കര പോസിറ്റീവായിട്ട് നമ്മൾ കാണാമെന്നുള്ളത്. അപ്പോൾ നമ്മുടെ മൈൻഡിന് നമ്മൾ എപ്പോഴും ഓക്കെ ആയിരിക്കുക, ഓക്കെ ആക്കി വെക്കുക. അതിനുവേണ്ടി നിങ്ങൾക്ക് ഇപ്പോൾ ആണെങ്കിൽ ഒരുപാട് സ്ഥലങ്ങളിൽ പ്രഗ്നൻറ്റ് ലേഡീസിന് വേണ്ടിയിട്ടുള്ള യോഗ ക്ലാസ്സുകൾ, മെഡിറ്റേഷൻ ക്ലാസ്സുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ പങ്കെടുക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഒരുപാട് നിങ്ങളുടെ മെൻ്റൽ ഇതിനെ ഓക്കെ ആക്കി വെക്കാൻ കഴിയും. ഇപ്പോൾ പോസ്റ്റ് പാർട്ടം ഡിപ്രഷനൊക്കെ നമുക്കറിയാം. അപ്പോൾ ഇതിൽ നിന്നൊക്കെ നമുക്ക് പെട്ടെന്ന് റിക്കവർ ആവാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആ ഒരു ടൈമിൽ മാത്രം നോക്കിയാൽ പോരാ. നിങ്ങൾ ബിഫോർ ഡെലിവറി നിങ്ങളിത് പ്ലാൻ ചെയ്യുക. നിങ്ങളുടെ മൈൻഡ് എങ്ങനെ നിങ്ങൾ കൺട്രോൾ ചെയ്യണം, എന്തൊക്കെ കാര്യങ്ങൾ അതിനുവേണ്ടി ചെയ്യണം എന്നുള്ളത് നേരത്തെ നിങ്ങൾക്ക് ചെയ്യാം. ഇതുപോലെ നമുക്ക് ഓൺലൈൻ വഴി യോഗ ക്ലാസ്സസ്, മെഡിറ്റേഷൻ ക്ലാസ്സസ് ഒക്കെ പ്രഗ്നൻറ്റ് ലേഡീസിന് വേണ്ടിയിട്ടുണ്ട്. പിന്നെ ഇപ്പോഴത്തെ ഹോസ്പിറ്റൽസൊക്കെ ആണെങ്കിൽ അവിടെ തന്നെ അവർക്ക് വേണ്ടിയിട്ട് ഈ ഒരു എക്സസൈസും കാര്യങ്ങളും, ബോൾ എക്സസൈസും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ അവൈലബിലിറ്റി നോക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം, ഇതൊക്കെ മാക്സിമം യൂസ് ചെയ്യുക. അപ്പോൾ ഇതുവഴി നിങ്ങൾക്ക് ഒരു പരിധി വരെ ആ ടൈമിലുള്ള ടെൻഷൻ കുറയ്ക്കാൻ പറ്റും. ടെൻഷൻ കൂടുമ്പോൾ നമ്മുടെ ബോഡിയിലെ മസിൽസൊക്കെ ഭയങ്കരമായിട്ട് നമ്മൾ പിരിമുറുക്കത്തിലേക്കാത്തും. ആ സമയത്ത് നമ്മൾ ഈ ഒരു ടെൻഷൻ റിലീഫ് ആവണമെങ്കിൽ നമ്മുടെ മസിൽസും കൂടെ റിലാക്സ് ആവുകയാണ്. അപ്പോൾ നമുക്ക് ഇതേ പറ്റും ഈസി ആയിട്ട് കുറേ പെയിനും അല്ലെങ്കിൽ ഈ വരുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. വേദന കുറയുന്നല്ല, നമുക്കത് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ ഈ രീതിയിലേക്ക് എത്തണമെങ്കിൽ നിങ്ങൾ ബിഫോർ ഡെലിവറി നിങ്ങളിത് ചെയ്തിട്ടുണ്ടാവണം. അപ്പോൾ ഒരു പരിധി വരെ നിങ്ങളുടെ ബോഡി, നിങ്ങളുടെ ഹെൽത്തി ഹാബിറ്റ്സ്, പ്രഗ്നൻറ്റ് പീരീഡിലുള്ള നിങ്ങളുടെ ഹെൽത്തി ഹാബിറ്റ്സ് നിങ്ങൾക്ക് ഡെലിവറി ടൈമിൽ എന്ത് ചെയ്യാൻ പറ്റും, നന്നാക്കി കൊണ്ടുവരാനായിട്ട് സാധിക്കും. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇന്ന് ഒരുപാട് പേര് ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ പ്രിഫർ ചെയ്യുന്ന ഒരു ഇഞ്ചക്ഷനാണ് എപ്പിഡ്യൂറൽ എന്ന് പറയുന്നത്. അതായത് ഈ ഒരു ഡെലിവറി സമയത്തുള്ള വേദന കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഇഞ്ചക്ഷൻ എടുക്കുന്നത്. നമ്മുടെ ഒരു ബാക്ക് സൈഡിലാണ്, നടുവിനാണ് എടുക്കുന്നത്.
എടുക്കുന്ന സമയത്ത് നമുക്ക് അതിൻ്റെതായ ചെറിയ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും നമ്മൾ അധികം പേര് വേദന അറിയാതെ നമുക്ക് ഡെലിവറി ചെയ്യാനായിട്ട് കഴിയും. അപ്പോൾ നമ്മൾ ഈ പുറത്ത് കാണുന്ന യൂട്യൂബിലൂടെ ഈ ഒരു ഇൻസ്റ്റാഗ്രാമിലൂടെ ഒക്കെ കാണുന്ന മിക്ക വീഡിയോസിലും കാണുന്ന സെലിബ്രിറ്റീസൊക്കെ ഇത് എടുക്കുന്നവരാകാം എടുക്കാത്തവരാകാം. പക്ഷെ അതുകൊണ്ട് ഒരു പരിധി വരെ അവർക്ക് വേദന എന്ത് ചെയ്യാൻ പറ്റും, പുറത്തേക്ക് അറിയില്ല, അപ്പോൾ അത് വിസിബിൾ ആവില്ല. വേദന ഉണ്ടാവും, ഇല്ലെന്നല്ല, പക്ഷെ ഒരു പരിധി വരെ അതിനത് എന്താ പറയുക നിൽക്കാൻ സാധിക്കും. ഒരു പരിധി വരെ വേദന തടയാനായിട്ട് ഇതിന് സഹായിക്കാറുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പ്രയോഗിച്ച് നോക്കാവുന്നതാണ്. എക്സ്ട്രാ കുറച്ച് എമൗണ്ട് കൊടുത്താലും നമുക്ക് വേദന സഹിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇത് ഉപയോഗിക്കാം. പിന്നെ എല്ലാത്തിനും നമ്മൾ പുറത്തുനിന്ന് എന്ത് നമ്മുടെ ശരീരത്തിലേക്ക് എടുത്താലും അതിനൊരു സൈഡ് എഫക്റ്റ് ഉണ്ടാവും, ചെറുതും വലുതുമായിട്ടുണ്ടാവും. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കി കണ്ട് ഡോക്ടർ കൺസൾട്ടേഷനൊക്കെ എടുത്ത ശേഷം മാത്രം ഇത്തരത്തിലുള്ള തീരുമാനത്തിലേക്ക് എത്തുക എന്നുള്ളതാണ്. സോ ഇത്തരത്തിലുള്ള വേദനകൾ കുറയ്ക്കാൻ ഇന്ന് നമ്മുടെ ഈ കാലത്ത് ഒരുപാട് വഴികളുണ്ട്. അതുപോലുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ ഈ പണ്ട് ഉള്ള അമ്മമാരെന്നൊക്കെ പറഞ്ഞാൽ നമുക്കറിയാം, അവർ ഡെയിലി ഒരുപാട് നടക്കുന്നവരാണ്, ഒരുപാട് ജോലി ചെയ്യുന്നവരാണ്. മീൻസ് അവർ ബോഡി അനങ്ങി ഓരോ പണി എടുക്കുന്നവരാണ്. അതുകൊണ്ട് അവരുടെ കാലിലെ മസിൽ, കൈ മസിൽ, അല്ലെങ്കിൽ നമ്മുടെ ബോഡിയിലെ മസിൽസൊക്കെ അത്രയും ഫ്ലെക്സിബിൾ ആയിരിക്കും. ഇന്ന് നമ്മളൊക്കെ അങ്ങനെയാണോ, ഇരുന്നിരിപ്പിൽ വർക്ക് ചെയ്യുന്നവരാണ്, നമ്മളങ്ങനെ എന്ന് നടക്കാൻ പോകുന്നവരോ എക്സസൈസ് ചെയ്യുന്നവരോ ഒന്നുമല്ല. എന്നാൽ കഴിക്കുന്ന ഫുഡൊക്കെ അത്യാവശ്യം അൺഹെൽത്തി ആയിട്ടുള്ള ഫുഡും ആണ് മിക്കവരുടെയും ഹാബിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ പ്രസവ സമയത്തൊക്കെ നമ്മുടെ മസിൽസ് അത്രയും ഫ്ലെക്സിബിൾ അല്ലാത്തതുകൊണ്ട് നമുക്ക് അവരെ സംബന്ധിച്ച് കുറച്ചുകൂടെ വേദന അല്ലെങ്കിൽ കുറച്ചുകൂടെ ബുദ്ധിമുട്ട് കൂടുതലായിരിക്കും. അപ്പോൾ ആ സമയത്ത് നമുക്കൊരു സപ്പോർട്ടൊക്കെ ആയിട്ട് നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ശാരീരികമായിട്ട് നമുക്കുണ്ടാവുന്ന ഈ ഒരു പ്രസവ സമയത്ത് ഉണ്ടാകുന്ന വേദന നമുക്ക് ഇത്തരത്തിലുള്ള വഴികളിലൂടെ ഒരുപാട് വഴികളുണ്ട് കേട്ടോ. ഇത് മാത്രമല്ല, അല്ലാതെയും നമ്മുടെ ഇന്ത്യയിൽ ഇല്ലെങ്കിൽ പുറത്തെ രാജ്യങ്ങളിലൊക്കെ ആയിട്ടും ഒരുപാട് വഴികളുണ്ട്. നമുക്കിതെല്ലാം ഉപയോഗിക്കാം. മനുഷ്യന്മാർക്ക് ഇത് ഉപയോഗിക്കാൻ വേണ്ടി തന്നെയാണിത് വന്നിരിക്കുന്നത്. അതിൽ നമ്മളൊരു അല്ലെങ്കിൽ ഒരു നാണം തോന്നുകയോ അല്ലെങ്കിൽ അതെടുത്താൽ ശരിയാവില്ല അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഈ ഒരു ഫിസിക്കൽ ഹെൽത്ത് നിങ്ങൾക്ക് ഇതുപോലെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കും. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. നമ്മൾ മെൻ്റൽ ഹെൽത്തിലേക്ക് വരുന്നൊരു കാര്യമാണ്. ഇപ്പോൾ നമ്മൾ പലരും പറയും പ്രസവ സമയത്ത് ഭർത്താവിനെ കൂടെ കയറ്റുക. അപ്പോൾ കുറച്ച് പ്രായമുള്ളവർ പറയും, പിന്നെ ഭർത്താക്കന്മാരല്ലേ പ്രസവാടി കയറണമെന്ന് പറയും. സത്യം പറഞ്ഞാൽ അത് ഭയങ്കര ഒരു ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ്. ഒരു കമ്പാനിയൻ, അതിപ്പോൾ ആരെയായിക്കോട്ടെ, ഭർത്താവിന് പറ്റില്ലെങ്കിൽ നമ്മുടെ അമ്മയോ നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരാൾ നമ്മുടെ കൂടെ, നമ്മുടെ ഏറ്റവും ആ വേദന അല്ലെങ്കിൽ മെൻ്റലി നമ്മൾ ഡൗൺ ആയി, ഫിസിക്കലി നമ്മൾ അതിലും ഡൗൺ ആയിരിക്കുന്ന സമയത്ത് നമ്മുടെ കൂടെ ഒരു പരിചിത മുഖം ഉണ്ടാവാന്ന് പറയുന്നത് ഒരു പ്രഗ്നൻറ്റ് വുമണിനെ സംബന്ധിച്ചിട്ട് ഏറ്റവും വലിയ കാര്യമാണ്. അത് ഹസ്ബൻഡ് ആകുമ്പോൾ കുറച്ചുകൂടെ ഓക്കെ ആയിരിക്കും. അത് ഹസ്ബൻഡിനും പിന്നീട് നമ്മൾ കേട്ടിട്ടുണ്ട്, പിന്നീട് ഹസ്ബൻഡിന് ആ വൈഫിനോട് ഉണ്ടാവുന്ന ആ ഒരു റിലേഷൻഷിപ്പിൽ അതൊരു ഭയങ്കരമായിട്ട് ഇത് ബാധിക്കും. അതായത് നല്ല രീതിയിൽ അത് ബാധിക്കും, കുറച്ചുകൂടെ റെസ്പെക്റ്റ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ കണക്റ്റഡായി കിടക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നമ്മളുടെ കൂടെ ആ സമയത്ത് ഉണ്ടാകുന്ന ഒരാൾ, കമ്പാനിയൻ എന്ന് പറയുമ്പോൾ അത് നമ്മുടെ അമ്മയോ ഭർത്താവോ ആരോ ആണെങ്കിലും നമുക്കത് ഭയങ്കര സപ്പോർട്ടാണ്. കാരണം നമുക്ക് അറിയില്ലാത്ത ആളുകൾ ചുറ്റും നിൽക്കുന്നു. നമ്മളാണെങ്കിൽ നമ്മുടെ ഏറ്റവും മോശമായ അവസ്ഥ ഇൻ ദ സെൻസ് ഫിസിക്കലി മെൻ്റലി നമ്മൾ ഭയങ്കര ഡൗൺ ആയിട്ടിരിക്കുന്ന ഒരു അവസ്ഥയിൽ നമുക്ക് കൂട്ടായിട്ട് നമ്മുടെ കൂടെയുള്ള ഒരാൾ, നമ്മുടെ ഒപ്പം ചെറുപ്പം തൊട്ട് അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് നാളായിട്ട് നമ്മുടെ കൂടെയുള്ള ഒരാൾ നമ്മുടെ അടുത്ത് നിൽക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന കോൺഫിഡൻസ്, നമുക്ക് കിട്ടുന്ന ഒരു ആശ്വാസം, അങ്ങനെ തന്നെ പറയാം, ആ ഒരു ടെൻഷനിൽ നിന്നൊക്കെ ഉള്ളൊരു റിലീഫ്, അതാണ് ഈ ഡെലിവറി ടൈമിൽ നമ്മൾ ഭർത്താവിനെ കയറ്റുന്നതിലൂടെ അല്ലെങ്കിൽ ഈ നമുക്ക് വേണ്ടപ്പെട്ട ഒരാളെ അടുത്ത് നിൽക്കുന്നതിലൂടെ ഉദ്ദേശിക്കുന്നത്. അല്ലാതെ അതിൽ നമ്മളൊരു നാണക്കേടോ അല്ലെങ്കിൽ അതിലൊരു അത് വേണോ എന്ന് ചിന്തിക്കേണ്ട ആവശ്യമില്ല. അത് ആ ഗർഭിണീനെ അല്ലെങ്കിൽ ആ ഒരു പ്രസവിക്കാൻ കിടക്കുന്ന ആളെ സംബന്ധിച്ച് അയാൾക്ക് കൊടുക്കുന്ന ധൈര്യം, റിലീഫ് എന്നൊക്കെ പറയുന്നത് ഭയങ്കര വലുതാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇങ്ങനെയുള്ള ഈ ഒരു പ്രസവിക്കാൻ പേടി അല്ലെങ്കിൽ ഈ ഒരു മൊമെൻറ്റിൽ അവർക്ക് ആശ്വാസം പകരാനായിട്ട് പറ്റുന്ന ഒരു മെത്തേഡാണ് കൂടെ ഒരാൾ കയറ്റാന്നുള്ളത്. നമ്മുടെ ഇന്ത്യയിൽ അത് നമ്മുടെ കേരളത്തിലൊന്നും അത്രയും ട്രെൻഡിങ് അല്ലെങ്കിലും ഇന്ന് ഓൾമോസ്റ്റ് എല്ലാ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലും അങ്ങനത്തെ ഒരു സൗകര്യം ഉണ്ട്. അപ്പോൾ ചില ഹോസ്പിറ്റൽസിൽ ഒരു എമൗണ്ട് കൊടുക്കേണ്ടി വരും. വേറൊന്നുമല്ല, അങ്ങനെ ഒരാൾ കയറുമ്പോൾ അങ്ങനെ ഡയറക്റ്റ് കയറ്റുന്നതല്ല, അയാൾക്ക് ഇപ്പോൾ OT ആണെങ്കിൽ അല്ലെങ്കിൽ ഇപ്പോൾ ലേബർ റൂം ആണെങ്കിൽ അവിടുത്തെ വസ്ത്രങ്ങളും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടായിരിക്കും കയറ്റുന്നത്. അപ്പോൾ അതിൻ്റേതായ രീതിയിൽ കുറച്ച് എമൗണ്ട് കൊടുക്കേണ്ടി വന്നാലും നിങ്ങളുടെ ഭാര്യയ്ക്ക് നിങ്ങൾ കൂടെ ഉള്ളത് കൊണ്ട് ആശ്വാസമാണെങ്കിൽ അത് എന്നും ലൈഫ് ലോങ് അതൊരു നല്ല ബോണ്ടായിരിക്കും ക്രിയേറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ പോസ്റ്റ് പാർട്ടം ഡിപ്രഷനിലൊക്കെ ഭയങ്കര ഹെൽപ്ഫുള്ളായിരിക്കും. നല്ല മെമ്മറീസാണ് ഇതൊക്കെ. അപ്പോൾ ആ ഒരു ടൈമിൽ അവർക്ക് ഓർത്തിരിക്കാനും അത് അവരുടെ മെൻ്റൽ ഹെൽത്തിനത് ഭയങ്കരമായിട്ട് നല്ല രീതിയിൽ അത് അഫക്റ്റ് ചെയ്യും. അപ്പം നമ്മൾ പറഞ്ഞ പോലെ കുടുംബത്തുള്ള ആളുകളാണെങ്കിലും നമ്മുടെ പാർട്ട്നേഴ്സ് ആണെങ്കിലും നമ്മുടെ ചുറ്റിലുള്ള ആളുകളാണെങ്കിലും നമുക്ക് തരുന്ന സപ്പോർട്ടിന് എന്താണോ
അതുപോലെ ഇരിക്കും നമ്മുടെ ഈ പ്രഗ്നൻസി പീരീഡിലെ ജേർണി എന്ന് പറയുന്നത്. അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യം, നമ്മൾ കൺസൾട്ട് ചെയ്യുന്ന ഹോസ്പിറ്റലും അവിടുത്തെ സ്റ്റാഫും പ്രത്യേകിച്ച് നഴ്സസും ഡോക്ടേഴ്സൊക്കെയാണ്. ഈ വരുന്ന പ്രഗ്നൻറ്റ് ലേഡീസിനെ നമ്മളൊരു പണ്ടൊക്കെ നമ്മൾ സിനിമയിൽ കാണും, ഈ പ്രസവ സമയത്ത് കരയുന്ന സ്ത്രീകളുണ്ടല്ലോ, ഇവരോട് മോശമായി പെരുമാറുന്ന നഴ്സസ്. ഇന്ന് അങ്ങനെയൊന്നുമില്ല. അപ്പോൾ ഈ നമ്മൾ ഈ ഒരു ഹോസ്പിറ്റലിൽ ചെന്ന് കഴിയുമ്പോൾ നമ്മൾ ട്രീറ്റ് ചെയ്യുന്ന ഡോക്ടർ ആണെങ്കിലും നഴ്സസ് ആണെങ്കിലും ഇവരൊക്കെ നമ്മളിങ്ങോട്ട് നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പേടി ഉണ്ടാവില്ല. ഇപ്പോൾ നമ്മുടെ കസിൻ്റെ വീട്ടിൽ പോയിട്ടാണെങ്കിലും, നമ്മുടെ കസിൻസൊക്കെ ഉള്ള വീട്ടിൽ പോയി നമുക്ക് അവിടെ ഇരുന്നാലും നമ്മൾ ഭയങ്കര കംഫർട്ടബിൾ ആയിരിക്കും. അതുപോലെ തന്നെയാണ് നമ്മളെല്ലാവരും അറിയുന്ന ആൾക്കാരാണ് ആ ഹോസ്പിറ്റലുള്ളതെങ്കിൽ നമുക്ക് അവരെ കാണുമ്പോൾ തന്നെ ഭയങ്കര ആശ്വാസമായിരിക്കും. ആ ഒരു പ്രഗ്നൻറ്റ് പീരീഡിൽ നമ്മൾ ആ ഡെലിവറി ടൈമിലൊക്കെ ഒട്ടും വയ്യാത്ത സമയത്ത് നമ്മളെന്നും കാണുന്നത് 10 മാസമായിട്ട് ഞാൻ ഇവിടെ വരുമ്പോൾ എന്നെ കാണുമ്പോൾ ചിരിക്കുക, എന്നോട് സംസാരിക്കുക, എന്നോട് സന്തോഷത്തോടെയും പെരുമാറുന്ന ഡോക്ടേഴ്സ് നഴ്സസാണ് ഇവരെല്ലാവരും ഓർക്കുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര മെൻ്റലി നമ്മൾ ഭയങ്കര ഓക്കെ ആയിരിക്കും. അത് നമുക്ക് ഇത്തരത്തിലുള്ള ഈ പ്രസവമൊക്കെ ഭയങ്കര എളുപ്പമാക്കാനും, എളുപ്പം എന്ന് പറഞ്ഞാൽ ആ ഒരു ബുദ്ധിമുട്ട് ഒരുപാട് അറിയാതെ അല്ലെങ്കിൽ ഒരുപാട് മെൻ്റലി നമ്മൾക്കത് ബുദ്ധിമുട്ടാക്കി തരാതെ നമുക്കത് ആ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാനൊക്കെ ആയിട്ട് സാധിക്കും. അപ്പോൾ അതിനുള്ള ആംബിയൻസ് നമ്മൾ എന്ത് ചെയ്യുക, ഹോസ്പിറ്റൽ അവർക്കുള്ള നഴ്സസിനൊക്കെ പ്രോപ്പറായിട്ട് ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നന്നായിട്ട് ഹാൻഡിൽ ചെയ്യാൻ അവർക്ക് പറ്റിക്കഴിയുന്നുണ്ടെങ്കിൽ ഈ വരുന്ന പ്രഗ്നൻറ്റ് ലേഡീസിനൊക്കെ നല്ല രീതിയിൽ ഒരു പ്രഗ്നൻസി പീരീഡ് നൽകാനും അതുപോലെ ഡെലിവറി ടൈമൊക്കെ കൊടുക്കാനായിട്ട് ഈ സ്റ്റാഫിനും നഴ്സസിനൊക്കെ സാധിക്കും. സോ ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ പറയാൻ ശ്രമിച്ചത് മറ്റൊന്നുമല്ല, ഈ ഒരു ഡെലിവറി അല്ലെങ്കിൽ പ്രഗ്നൻസി എന്ന് പറയുന്നത് വേദനയാണ്, ഇതൊക്കെ ഉള്ളതൊക്കെ തന്നെയാണെങ്കിലും നമ്മളുടെ മെൻ്റൽ ഹെൽത്തും ഫിസിക്കൽ ഹെൽത്തും നമ്മളൊരു പ്രഗ്നൻറ്റ് ജേർണി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തൊട്ടിട്ട് നമ്മൾ ഓക്കെ ആക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു പരിധി വരെ ഇത് ഹാൻഡിൽ ചെയ്യാനായിട്ട് സാധിക്കും. ഇതുപോലെ ജനറലായിട്ടുള്ള നിങ്ങളുടെ സംശയങ്ങളും പുതിയതായിട്ട് നിങ്ങൾക്ക് അറിയേണ്ട കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയുടെ താഴെ കമൻറ്റ് ബോക്സ് ഉണ്ട്, അവിടെ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം.